ആ സുഹൃത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തെ പറ്റിയാണ് ഭാഗവതം വർണ്ണിക്കുന്നത്. കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ സർവം ഖൽവിതം ബ്രഹ്മ. ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മസ്വരൂപമാണ്. നമ്മുടെ ഹരിനാമകീർത്തനത്തിൽ ഭാഷാപിതാവ് പറയാനുണ്ട്, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ. ഈ കാണുന്നത് മുഴുവൻ മനുഷ്യനും പക്ഷിയും വൃക്ഷവും ഓഷധിയും ഉരകജീവികളും സൂക്ഷ്മജീവികളും ഈ പ്രപഞ്ചവുമെല്ലാം ആരാണ്? സാക്ഷാൽ സച്ചിത് ആനന്ദ സ്വരൂപമായ ചൈതന്യമാണെന്ന ബോധമുള്ളവനെയാണ് ബ്രാഹ്മണൻ പറയുന്നത്. ബ്രാഹ്മണോ ബ്രഹ്മവിത്തം എന്ന് വെച്ചാൽ ബ്രാഹ്മണ്യ ഗുണത്തിനും മേലെയുള്ളവൻ. പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയണത് എന്താ? വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തനായി. എന്താണ് ഇന്ദ്രിയ വിഷയങ്ങൾ? കണ്ണിന്റെ വിഷയം രൂപം, എവിടെയുള്ള രൂപം? പുറമേക്കുള്ള. ചെവികളുടെ വിഷയം ശബ്ദം, പുറമേക്കുള്ള ശബ്ദം. നാവിന്റെ വിഷയം പുറമേക്കുള്ള രുചി. മൂക്കിന്റെ വിഷയം പുറമേക്കുള്ള ഗന്ധം. ത്വക്കിന്റെ വിഷയം പുറമേക്കുള്ള സ്പർശം. ഇതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. നമ്മളെല്ലാം ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരാണ്, അതിന്റെ പുറകെ സഞ്ചരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരാണ്. കാണുന്നതിന്റെ, കേൾക്കുന്നതിന്റെ, രുചിക്കുന്നതിന്റെ, മണക്കുന്നതിന്റെ ഒക്കെ ആസക്തരായിട്ടുള്ളവരാണ് നമ്മളെല്ലാം. പക്ഷെ ഇവിടെ ശ്രീ ശുഖബ്രഹ്മർഷി ഭഗവാന്റെ സുഹൃത്തിനെ പറ്റി പറയുന്നത് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. അതായത് ഇന്ദ്രിയ വിഷയങ്ങളോട് യാതൊരു ആസക്തിയുമുള്ള ആളായിരുന്നില്ല. ലോകത്തിൽ കാണുന്നതിനോട്, ലോകത്തിൽ കേൾക്കുന്നതിനോട്, ലോകത്തിൽ രുചിക്കുന്നതിനോട്, ലോകത്തിൽ മണക്കുന്നതിനോട്, ലോകത്തിൽ സ്പർശിക്കുന്നതിനോട്, ഇതിനോടൊക്കെ ആസക്തിയുള്ള ആളായിരുന്നില്ല അദ്ദേഹം എന്നാണ് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. വീണ്ടും പറഞ്ഞു പ്രശാന്താത്മാ. കുചേലിനെ പറ്റി വളരെ വളരെ വലിയൊരു പ്രസ്താവനയാണ് ശൂർപക്ഷി പറഞ്ഞത്. പ്രശാന്താത്മ എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷമുള്ളയാളായിരുന്നു. എപ്പോഴും സന്തോഷമുള്ളയാളായിരുന്നു കുചേലൻ എന്നാണ്. എവിടെയാ സന്തോഷം? സന്തോഷം എവിടെയാകണം വേണം. അവിടെ എല്ലാ സന്തോഷവും നമ്മളെ ലോകത്തിൽ സന്തോഷം അന്വേഷിച്ചാണ്. നമ്മുടെ സന്തോഷം എങ്ങനെയായിരിക്കുക? അത് കിട്ടിയാൽ എനിക്ക് സന്തോഷം, ഇത് കിട്ടിയാൽ എനിക്ക് സന്തോഷം, അതെന്റെ സ്വന്തമായ സന്തോഷം, ഇതെന്റെ സ്വന്തമായ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് അതിലും ഇതിലും അവരിലും ഇവരിലും. പക്ഷേ ഈ സന്തോഷത്തിന് പ്രശ്നമുണ്ട്. അത് കിട്ടിയത് നഷ്ടപ്പെട്ടു പോയ സന്തോഷം പോവും, ഇത് കിട്ടിയത് നഷ്ടപ്പെട്ടു പോയ സന്തോഷം പോവും. മാത്രമല്ല അത് കിട്ടുന്നത് വരെ, കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം വേറൊന്നിന്റെ പുറകെ. അദ്ദേഹം അങ്ങനെയല്ല, ഉള്ളിലെപ്പോഴും സന്തോഷവാനായിട്ട് പ്രശാന്ത. ആത്യന്തികമായിട്ട് നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ സന്തോഷത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെ കിട്ടുമോ, ഇവിടെ കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, അങ്ങനെ കിട്ടും, അങ്ങനെ ചെയ്താൽ എനിക്ക് സന്തോഷം ഉണ്ടാകുമോ, ഇങ്ങനെ ചെയ്താൽ സന്തോഷം ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. പ്രശാന്താത്മാ, എപ്പോഴും സന്തോഷവാനായിരുന്നു, എവരി ടൈം ഹാപ്പി. ജിതേന്ദ്രിയ, സ്വന്തം ഇന്ദ്രിയത്തെ ജയിക്കാൻ സാധിച്ചയാളായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ല, നമ്മളെല്ലാം ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ്. കാണുന്നതിന്റെ പുറകെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? കണ്ണിന്റെ അടിമയായിപ്പോയി നമ്മൾ. കേൾക്കുന്നതിന്റെ പുറകെ സഞ്ചരിക്കുന്ന എന്തുകൊണ്ടാണ്? ലോകത്തിൽ ചെവിയുടെ അടിമയായിപ്പോയി നമ്മൾ. രുചിക്കുന്നതെല്ലാം നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നല്ലതാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നാവിന്റെ അടിമയായിപ്പോയി. സ്പർശിക്കുന്നതെല്ലാം നല്ലതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ത്വക്കിന്റെ അടിമയായിപ്പോയി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സിന്റെയും അടിമയായിപ്പോയി. കാരണം കാണുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത് അറിയുന്നത് മനസ്സാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് അറിയുന്നത് മനസ്സാണ്, നാവ് കൊണ്ട് രുചിക്കുന്നത് മനസ്സാണ്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത് മനസ്സാണ്, മൂക്ക് കൊണ്ട് ഘ്രാണിക്കുന്നത് മനസ്സാണ്. അപ്പൊ നമ്മളെല്ലാം ഈ മനസ്സിന്റെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ സമൂഹം ദരിദ്രവാസി എന്ന് പറയുന്ന കുചേലൻ എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? മുഷിഞ്ഞ ചേല ധരിച്ചവനാണ്. കുചേലന്റെ ദാരിദ്ര്യവാസനാണ്. മുഷിഞ്ഞ ചേല എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എല്ലാവർക്കും അറിയാം. പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുതുമുത്തശ്ശന്റെയും കാലത്ത് വസ്ത്രക്ഷാമം ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ വസ്ത്രം അതിങ്ങനെ നിരന്തരം ഉപയോഗിച്ച് പഴകിയ വസ്ത്രം എന്ത് ചെയ്യും? നന്നായിട്ട് വൃത്തിയാക്കി തന്നെ ആ പഴകിയ വസ്ത്രം ഉപയോഗിച്ചിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചതുകൊണ്ട് സമാജം അദ്ദേഹത്തെ കുചേലൻ ഉപയോഗിച്ചു.
സമാജം അദ്ദേഹത്തെ കുചേലൻ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഭഗവാന്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടായി. അവിടെയാണ് ഭാഗവതം കുചേലനെ സ്പഷ്ടമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ കുചേലന്റെ ഗുണം ഇതായിരുന്നു. കുചേലർക്കും ബഹുമാനം ആദരവൊക്കെ. അദ്ദേഹത്തെ ആരും സമാജത്തിലെ ആരും അദ്ദേഹം മോശക്കാരനാന്ന് പറഞ്ഞിട്ടില്ല. കുചേലനെ പട്ടിണി കൊണ്ട് ഭഗവാനെ കാണാൻ പോയ ആളാണ്, ദാരിദ്ര്യം കൊണ്ട് ഭഗവാനെ കാണാൻ പോയ ആളാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ രാമപുരത്തുകാരനാണ്. വഞ്ചിപ്പാട്ടിൽ രാമപുരത്തുകാരൻ വഞ്ചിപ്പാട്ടിൽ നമ്മുടെ രാജാവിനെ തന്റെ ദാരിദ്ര്യത്തിന്റെ തീവ്രത അമ്പലപ്പുറത്ത് രാജാവിനെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ചെന്ന് വഞ്ചിപ്പാട്ട് രൂപത്തിൽ പറഞ്ഞു, ഞാൻ കുചേലനാണ് രാജാവെ, നമുക്ക് പേരാണ്. അവിടെ പറഞ്ഞത് പതിവ്രതയാം പത്നിയെ പട്ടിണി കിടുന്ന നരൻ പരമഭക്തനായാലും ഗതിയുണ്ടാമോ എന്ന് സാക്ഷാൽ കുചേലൻ പറഞ്ഞൊന്നുമല്ല. തെറ്റിദ്ധരിക്കരുത്. ഇത് അമ്പലപ്പുഴ രാജാവിനെ തന്റെ ദാരിദ്ര്യം ബോധിപ്പിക്കാൻ വേണ്ടി രാമപുരത്തുകാരൻ ചെയ്ത ശ്ലോകം അത് കുചേലന്റെ ശ്ലോകമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്കാണ്. കുചേലൻ അതൊന്നും നമ്മുടെ കൺസെപ്റ്റിലുള്ള ആളെയല്ല കുചേലൻ. നമ്മുടെ സങ്കല്പം ഇതുവരെ നമ്മൾ കേട്ടുവെച്ചത് എന്താണോ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണോ, അതൊന്നുമല്ല കുചേലൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു, ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ എന്ന് വർണ്ണിച്ചിട്ടുള്ള കുചേലനെ ഭാഗവതം, മലയാള ഭാഗവതത്തിൽ, കിളിപ്പാട്ട് ഭാഗവതത്തിൽ ഒറ്റ വാക്കിലാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, മാധവ തുല്യനായുള്ള ഒരു നോക്കൂ. നിങ്ങളുടെ മാധവ തുല്യൻ, ഭഗവാന് തുല്യനായിട്ടുള്ള ഒരാള്, ആ ഭഗവാന് തുല്യനായിട്ടുള്ള ഒരാളെ എങ്ങനെ ദരിദ്രവാസിയായിട്ട് കാണാം? അങ്ങനെ ഭഗവാൻ ദരിദ്രവാസിയല്ലേ? മാധവ തുല്യനായുള്ള ഒരു പുരുഷൻ എന്നാണ് ഒറ്റ വാക്കിൽ. ഈ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥമെല്ലാം സംഗ്രഹിച്ചിട്ട് ഭാഷാപിതാവ് മലയാള ഭാഗവതത്തിൽ പറഞ്ഞത് മാധവ തുല്യനായുള്ള ഒരു പുരുഷൻ. അപ്പൊ ഇദ്ദേഹം പ്രശാന്താത്മാ ജിതേന്ദ്രിയ, പിന്നെ അദ്ദേഹം വേണ്ടതിനെ മാത്രം സ്വീകരിച്ച ആളായിരുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല് അദ്ദേഹം ആവശ്യത്തിന് മാത്രമേ, ഇതിന്റെ കർമ്മം എന്തായിരുന്നു? വെറുതെ നാം ജപിക്കുന്നതായിരുന്നില്ല. യജനം വ്യാജനം അധ്യാപനം അധ്യയനം ബ്രഹ്മജ്ഞാനിയുടെ കർമ്മമാണ്. യജിപ്പിക്കുക, കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക, സ്വന്തമായിട്ട് ചെയ്യുക. അധ്യാപനം എന്താ? പഠിക്കുക, പഠിപ്പിക്കുക. ഈ കർമ്മങ്ങൾ ചെയ്തയാളായിരുന്നു അദ്ദേഹം എന്ന. അപ്പൊ അദ്ദേഹത്തിന് കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്തയാളായിരുന്നു എന്നർത്ഥം. പിന്നെയോ ജീവിതത്തിൽ വിഷമമൊന്നുമില്ല, ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിതത്തിൽ വിഷമമൊന്നുമില്ല, സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ, അദ്ദേഹം ഉൾപ്പെടുന്ന അനേക ഗ്രാമങ്ങളിൽ എന്തുണ്ടായി? ക്ഷാമമുണ്ടായി. ഒന്നുകിൽ വേനലുണ്ടായി, അല്ലെങ്കിൽ മഴയുണ്ടായി. അപ്പൊ എന്തായി? കൃഷി നടക്കാതെ വന്നു, ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്താ? നമ്മൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പൂജ ചെയ്യും. നമുക്ക് കൊടുക്കാൻ, ഒരാളെ കർമ്മം ചെയ്യിച്ച് വിളിക്കാൻ, ദക്ഷിണ കൊടുക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ കർമ്മം ചെയ്യിക്കാൻ സാധിക്കും? അപ്പൊ എല്ലാവർക്കും എന്തുണ്ടായി? ദാരിദ്ര്യം. ഒരാൾക്ക് മാത്രം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താ പ്രത്യേകത? ഇദ്ദേഹത്തെ പറ്റി ഭാഗവതം പറയുന്നത് യദൃശ്യോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി, കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്. അവിടെയാണ് നമ്മളോടൊരു ചോദ്യമുണ്ട്, നമുക്ക് ഇത്ര നാളും കിട്ടിയിട്ട് തൃപ്തിയുള്ളൂ? ഇത്രയും നാളും നമ്മളെല്ലാം പലതും നേടിയെടുക്കുന്നുണ്ട്. ഇത്രയും നാളും പലതും നേടിയെടുത്തിട്ട് നമുക്ക് തൃപ്തി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് തൃപ്തിയില്ല. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താ? കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു. നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ വലിയൊരു മെസ്സേജ് നൽകുകയാണ് ഋഷി. ലോകത്തിൽ എന്ത് നമുക്ക് കിട്ടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാകും. എങ്ങനെ കിട്ടുന്നത് കൊണ്ട്? നമ്മൾ നമ്മുടെ ശാരീരികമായ അധ്വാനം കൊണ്ട് നേടിയെടുത്തത് നമുക്ക് തൃപ്തി ഉണ്ടാകണം. ആവശ്യങ്ങളുണ്ടാകും, ആവശ്യങ്ങൾ കൂടുതലുണ്ടാകാം. പക്ഷേ നമ്മൾ നമ്മുടെ കഴിവുപയോഗിച്ച് നമ്മുടെ മേഖലകളിൽ പ്രവർത്തിച്ച് നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് തൃപ്തി വന്നില്ല എങ്കിൽ പിന്നെ ഈ ഭൂലോകം മുഴുവൻ നമുക്ക് കൊണ്ട് തന്നാലും നമുക്കത് തൃപ്തി ഉണ്ടാകും. അവിടെയാണ് കുചേലന്റെ പ്രത്യേകത. ലഭിക്കുന്നത് കൊണ്ട് തൃപ്തി, എതിർശാലാപ സന്തോഷം, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നത്. അദ്ദേഹത്തിന് സന്തോഷമാണ്. അദ്ദേഹം മാത്രമല്ല, ഭാര്യയും മക്കളൊക്കെ സന്തോഷം. അങ്ങനെ ക്ഷാമകാലം വന്നപ്പോൾ എന്തായി? കർമ്മങ്ങൾ ചെയ്യാൻ, അവരുടെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്ന ഒരാളാണ്. ചിന്തിക്കുന്നു. അപ്പൊ എന്തായെന്ന് വെച്ചാല് ദാരിദ്ര്യം ഉണ്ടായി. അദ്ദേഹത്തിന് മറ്റുള്ളിടത്തെല്ലാം ദാരിദ്ര്യമാണ്. പക്ഷെ ആ ദാരിദ്ര്യത്തിന് തീവ്രത ഇദ്ദേഹത്തിന് വീട്ടിൽ കൂടുതലും. കാരണം രണ്ടുമുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനായതുകൊണ്ട് അദ്ദേഹം നേടിയെടുത്ത് വെച്ചിട്ടുണ്ടില്ല. അത് അദ്ദേഹം ചിന്തിച്ചു.
ഇപ്പൊ ദാരിദ്ര്യം ഇങ്ങനെ ഉണ്ടായി. 3 നേരം കഴിക്കേണ്ട ഭക്ഷണം എന്തായി 2 നേരമായി, 2 നേരം കഴിക്കേണ്ട ഭക്ഷണം 1 നേരം. മുതിർന്നവർ അങ്ങനെ കഴിക്കാന്ന് വെച്ചാലും കുട്ടികൾക്ക് എന്തുണ്ടാകും? വിശപ്പുണ്ടാകും. കുട്ടികൾ വിശന്നിട്ട് കരയാൻ ഒരു ദിവസം രാത്രി കുചേലന്റെ ഭാര്യ ഉണർന്നെഴുന്നേറ്റപ്പോൾ കുചേലന്റെ ഭാര്യയ്ക്ക് തോന്നി തന്റെ ശരീരം വേപമാനധികം, തന്റെ ശരീരം വിറയ്ക്കുന്നതായിട്ട് തോന്നിയപ്പോൾ കുചേല ഭക്തി ചിന്തിച്ചത്, എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എന്തായാലും എന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ അവസ്ഥ, ഭർത്താവിന്റെ അവസ്ഥ, മക്കളുടെ അവസ്ഥ ദയനീയമായി. അതുകൊണ്ട് എന്ത് വേണം? ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. എന്താ പരിഹാരം ഉണ്ടാകേണ്ടത്? എവിടുന്നെങ്കിലും കുറച്ച് ആഹാരം കിട്ടുന്നില്ല. ഈ പരിഹാരം ശാശ്വതമായിട്ടുണ്ടാകണം. സ്ത്രീയെ വിളിക്കാറുണ്ട് ഗൃഹലക്ഷ്മി. സ്ത്രീ വിളിക്കുന്ന പേരാണ് ഗൃഹലക്ഷ്മി. എല്ലാ സ്ത്രീകളും വിളിക്കാറില്ല കേട്ടോ. ദേവികളൊന്നും തീർച്ചയായിട്ടും. സ്ത്രീ എന്തിനാ ഗൃഹലക്ഷ്മി എന്ന് വിളിക്കുന്നത്? ഒരു സമയത്ത് ഒന്നിനെ നോക്കുന്നു, വേറൊന്നിനെ കാണുന്നു, മറ്റൊന്ന് ശ്രദ്ധിക്കുന്നു, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് എല്ലാറ്റിനെയും ഏകോപിപ്പിക്കുന്ന വ്യക്തി ആരാണ്? സ്ത്രീയാണ്. അത് സ്ത്രീക്ക് മാത്രം നൽകിയിരിക്കുന്ന ഒരു ശേഷിയാണ്. അതുകൊണ്ട് സ്ത്രീയെ ഗൃഹലക്ഷ്മി എന്ന് വിളിക്കുന്നു. പക്ഷേ ഗൃഹത്തിലെ പുരുഷനെ ഗൃഹനാരായണൻ എന്ന് വിളിക്കുന്നു. വീട്ടിലെ പുരുഷനെ ഗൃഹനാരായണൻ എന്ന് വിളിക്കുന്നുണ്ടോ? വീട്ടിലെ നാരായണൻ എന്ന് പറയാറുണ്ടോ? നാരായണന്മാരുടെ പറ്റി പറയാറുണ്ട്. ഗൃഹലക്ഷ്മി സർക്കാർ കിടക്കാറുണ്ട്. അതുകൊണ്ടാണ് റേഷൻ കാർഡിലെ ആദ്യത്തെ പേര് ആരുടെയാക്കിയത്? സ്ത്രീയാക്കിയത്. അതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ പ്രാധാന്യം ഭാരതീയ സംസ്കൃതിയിൽ, പ്രത്യേകിച്ച് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്ത്രീ ഒരു ഉപഭോഗ വസ്തു. സെമിറ്റിക് മതങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും, സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ്. കാരണം പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധി, ലൈംഗികദാഹം തീർക്കാൻ വേണ്ടി മാത്രമുള്ള. പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ നോക്കൂ, ഒരു ഗൃഹത്തിന്റെ പ്രഥമ സ്ഥാനമാർക്കാൻ നൽകിയിട്ടുള്ളത് സ്ത്രീക്കാണ്. തീർന്നില്ല. മനുസ്മൃതിയില് ഭഗവാൻ മനു പറയുന്നുണ്ട്, ഗൃഹം ഗൃഹം ഇത്യാഹോ ഗൃഹിണി ഗൃഹം ഉച്ചത്തെ. ഒരു വീട് എന്ന് പറയുന്നത് വീടാകണമെങ്കിൽ എവിടെ എന്തുണ്ടാകണം? അവിടെ സ്ത്രീ ഉണ്ടാകണം, അല്ലെങ്കിൽ വീടല്ല. അതേ സ്ത്രീയെ എന്ത് ചെയ്യണേ? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടത്, സ്ത്രീകൾ ബഹുമാനിക്കപ്പെടേണ്ടത്, അവിടെ വളരെ വിശാലമായ സംഗതി. ഗൃഹലക്ഷ്മിയായിരിക്കുന്ന കുചേലപത്നി ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? ഒരു പരിഹാരം ഉണ്ടാകണം. താൽക്കാലിക പരിഹാരം പോരാ, ശാശ്വതമായ പരിഹാരം. ഗൃഹലക്ഷ്മി ദീർഘവീക്ഷണം. ഇതിനെന്ത് ചെയ്തു? ഇവർ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം ധ്യാനത്തിലാണ്, ജപിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജപം കഴിഞ്ഞ് അദ്ദേഹം ജപത്തിൽ നിന്ന് മാറി എണീറ്റപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, അങ്ങയെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങേക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങേക്ക് ഒട്ടും, അങ്ങയെ സംബന്ധിച്ച് പ്രത്യേകതയുള്ളത്, അങ്ങേക്ക് ഈ ലോകത്തിൽ എത്ര വിഷമമുണ്ടെങ്കിലും അങ്ങത് അറിയുന്നതേ. ലോകത്തിൽ എന്തെല്ലാം വിഷമമുണ്ടെങ്കിലും അങ്ങത് അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങ് ആത്മാരാമനാണ്. ആത്മാരാമ എന്ന് വെച്ചാൽ ആത്മാവിൽ രമിക്കുന്നവൻ. ആത്മാവാരാണ്? ഈശ്വരൻ. നമ്മുടെ സകല വിഷയങ്ങളെയും, ദുഃഖമാകട്ടെ, പ്രയാസമാകട്ടെ, സങ്കടമാകട്ടെ, സന്തോഷമാകട്ടെ, ആശങ്കയാകട്ടെ, ഇതിനെയെല്ലാം ലോകത്തിൽ ആരോടെങ്കിലും നമ്മൾ സമർപ്പിച്ചാൽ പരിഹാരം ശാശ്വതമാണ്, താൽക്കാലികം. പക്ഷെ എപ്പോഴാണോ അതിനെ പരിപൂർണമായിട്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കുക, അപ്പൊ എന്തായിത്തീരും? ആത്മാരാമ. ആത്മാരാമനായിരിക്കുന്ന ഒരാൾക്ക് ലോകത്തിൽ ഒരു വിഷപ്പുണ്ട്, പക്ഷെ അത് അതിനെ ബാധിക്കുന്നില്ല. ദാരിദ്ര്യമുണ്ട്, അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ വിശപ്പും ദാരിദ്ര്യവും ഭാവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ബാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ആത്മാരാമൻ ആണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് ആത്മാരാമനായതുകൊണ്ട് പറഞ്ഞു, അങ്ങേ ഇതൊന്നും അറിയണില്ല. മാത്രമല്ല, അങ്ങയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ശ്രീയപ്പതി ആയിരിക്കുന്ന ശ്രീയപ്പതിയായിരിക്കുന്ന ഭഗവാന്റെ സുഹൃത്താണ്. ആരാണ് ശ്രീയപ്പതി? സാക്ഷാൽ കൃഷ്ണൻ. അവിടെ നാരായണൻ വെച്ചാൽ ശ്രീയപ്പതിയായിരിക്കുന്ന ഭഗവാന്റെ സുഹൃത്താണ്. ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി, ലക്ഷ്മിയുടെ ഭർത്താവ്. ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണന്റെ സുഹൃത്താണ്. അതുകൊണ്ട് അങ്ങ് മഹാശ്രേഷ്ഠൻ. മാത്രമല്ല, അങ്ങ് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്?
അങ്ങ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ആശ്രിത വത്സലനാണ്, ശരണാഗത രക്ഷകനാണ്, ആശ്രിതർക്ക് അഭയസ്ഥാനമാണ് എന്ന് അങ്ങ് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് അങ്ങയോട് അങ്ങ് രണ്ടു തവണ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് ഭഗവാനെ പോയി കാണാൻ പറയുന്നത്, എന്നാൽ ഭഗവാനോട് ഒന്നും ചോദിക്കണം എന്ന്. ഭഗവാനെ പോയി കാണണമെന്ന് പറയുന്നു, ഭഗവാനോടൊന്നും ചോദിക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ പോകാം, അതുകൊണ്ട് ദ്വാരകയിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സങ്കല്പം എന്തായെന്ന് അറിയാമോ? ഞാൻ പോകുന്നത് കൊണ്ട് എനിക്കുണ്ട് ഗുണമെന്തെന്ന് വെച്ചാൽ അയം ഹി പരമൂലാഹ ഉത്തമ ശ്ലോകദർശനം. ഞാൻ പോകുന്നതല്ല എന്റെ ഉത്തമ ശ്ലോകനായ എത്ര വർഷം കഴിഞ്ഞെന്നറിയാമോ? കുചേലബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശ്രീകൃഷ്ണന് 56 വയസ്സിന്റെ കൃഷ്ണൻ, അതായത് 44 വർഷത്തിന് ശേഷമാണ് കൃഷ്ണനെ കാണാൻ വേണ്ടി ആര് പോകുന്നത്? 44 വർഷമായിട്ട് എന്തെങ്കിലും കോൺടാക്ട്സ് ഉണ്ടോ? ഒരു കോൺടാക്ട്സ് ഇല്ല. ഫോൺ വിളിക്കാറില്ല, കത്തയക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. 44 വർഷത്തിന് ശേഷം സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി പോകുമ്പോ കുചേലബ്രാഹ്മണന്റെ ഉള്ളിൽ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. എന്നറിയാമോ? ഭഗവാൻ എന്നെ അറിയണമെന്നൊന്നുമില്ല. അയം ഹി പരമോലഹ ഉത്തമ ശ്ലോകദർശനം. എന്താ? ഭഗവാനെ ഒന്ന് കാണാമല്ലോ, ഭഗവാനെ ഒന്ന് കാണാമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു. ഭാര്യയോട് പറഞ്ഞു, ഭഗവാനെ കാണാൻ വേണ്ടി പോകുമ്പോഴേ വെറുതെ പോകുന്നത് ശരിയാണ്. ഈശ്വരന്റെ അടുത്ത്, ഗുരുവിന്റെ അടുത്ത് ഭഗവാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ വെറുതെയോടുകൂടി ശരിയാണോ? അവിടെ എന്തെങ്കിലും പറഞ്ഞപ്പോ അവരുടെ നോക്കിയപ്പോഴെന്താ കുചേലപത്നി വസ്ത്രം അതിലേക്ക് പടുത്തൽ പോയി. അവിടെയും ഭിക്ഷാന്തേഹി പറഞ്ഞു, അവരും പോയി. ഇതിനെ സ്വീകരിച്ച് തുറന്നു നോക്കിയപ്പോഴെന്താ അല്ലാതെ നെൽവരി എങ്ങനെ വരാൻ കാരണം? ഇതെല്ലാം മോശമായ പെട്ടെന്ന് കൊടുക്കുന്ന
കണ്ണു നിറഞ്ഞത് മാത്രമല്ല, ആ കുചേലപത്നിയുടെ കണ്ണിൽ അറിയാതെ രണ്ട് കണ്ണുനീർ കൂടി അവരിലേക്ക് വീഴുന്നു. അത് അവരിന് പഠിക്കാൻ. പക്ഷെ കുചേലപത്നി ശരിയാക്കി തന്റെ ഭർത്താവിനെ. അതുമായി കുചേലപരാമൻ അവിടെയോ 7 ദിവസമായിട്ട് ദ്വാരകയിൽ കൃഷ്ണന് രുക്മിണി ദേവിയും സത്യഭാമയൊക്കെ ഉണ്ടായപ്പോൾ എന്തിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വേണ്ട വേണ്ട, ആവശ്യത്തിനൊക്കെ വേണ്ട. എന്താ കാരണം? കുടിച്ചു ഭഗവാനെ ഇത് ആരെ നോക്കിയിരിക്കണം? ഞങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞങ്ങൾ ആരെ നോക്കണത്? രുക്മിണി എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരനെ ഞാൻ 44 വർഷമായിട്ട് നോക്കിയിരിക്കുക. ഇപ്പൊ വരും, നാളെ വരും, ഇപ്പൊ വരും, നാളെ വരും പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. ആദ്യമായി ഭഗവാന്റെ അടുത്തേക്ക് സന്ദർഭം നമ്മുടെ പാരായണം ചെയ്ത് ആ സമയത്ത് വാസുദേവ അന്തികെ രണ്ടിൽ അഖില ജഗൽ മുല്ലിപ്പാൻ ഒന്നു കാഴ്ച വേണ്ടയോ? ആയതിന് ഇന്നു നീ പ്രാഭൃതം നൽകുകിൽ, ആയതുകൊണ്ടു ഞാൻ കല്യാണി പോകുവൻ. ഇത്തം രമണന്റെ വാക്കുകേട്ട നേരം സത്വരം 4 ഗൃഹേ ചെന്നു യാചിച്ചു പത്നിയും. അപ്പോഴേ 4 ഗൃഹസ്ഥരും പത്നിക്കു 4 പിടി നെല്ലവൻ നൽകിനാൻ. അപ്പോൾ അതുമൊരു ഭിന്നവസരത്തിൽ ഉൽപ്പലാക്ഷി പത്നി കെട്ടിക്കിഴിയാക്കി ചിത്തമോദേന മുകുന്ദനു നൽകുവാൻ ഭർത്താവു തന്നുടെ കയ്യിൽ നൽകിയിടിനാൻ. സത്വരമായതും കൈക്കൊണ്ടു വിപ്രനും ചിത്തമോദേന പോകും ചിന്തിച്ച കൃഷ്ണ ഹരേ കൃഷ്ണ നിൽ ദ്വാരക എവിടെ? ദൂരം
ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ ദ്വാരക എവിടെ, ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ ദ്വാരക എവിടെ, കാഴ്ചവയ്ക്കാൻ അവൻ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും. കാഴ്ചവയ്ക്കാനി അവൻ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമേ ഓർമ്മകളും. ഈറക്കുടയും വടിയുമായി പുറം തേടി വരുന്നു കുചേലൻ, ഈറക്കുടയും വടിയുമായി പുറം തേടി വരുന്നു കുചേലൻ. ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നീ ദ്വാരക എവിടെ, സോപാനഗാന തിരതഴുകും സ്വർണ്ണ താമര പോല സിംഹാസനത്തിൽ. സോപാനഗാന തിരതഴുകും സ്വർണ്ണ താമര പോല സിംഹാസനത്തിൽ. ചാരയിടത്തു ശ്രീ ദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി, ചാരയിടത്തു ശ്രീ ദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി. ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരക എവിടെ, കാരുണ്യമൂർത്തിതൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ണൊന്ന് കൺകുളിർക്കാൻ.
ചെയ്ത കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ണൊന്നു കൺകുളിർക്കാൻ ജീവിതം കൊയ്തു കൊയ്തെത്തിയ ദുഃഖത്തിൽ പാടവൽ കാണിക്ക വയ്ക്കാൻ ജീവിതം കൊയ്തു കൊയ്തെത്തിയ ദുഃഖത്തിൽ പാടവൽ കാണിക്ക വയ്ക്കാൻ കൃഷ്ണപാദങ്ങൾ തേടും പാദങ്ങൾ തേടും കുചേലൻ കൃഷ്ണ ദ്വാരക എവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ ദ്വാരക എവിടെ ചന്ദാമരാക്ഷന്റെ ദർശനം ഇന്നുമേ ചിന്തിക്കേ ഇങ്ങു സാധിക്കും അസംശയം എന്നിവ ചിന്തിച്ചു മോദിച്ചു ചെന്നു കുചേലനും മാധവ മന്ദിരേ മാധവ മന്ദിരം സ്വർണമയം മനോബോധമാനന്ദേന കണ്ട് നല്ല മതിലുകൾ നല്ല മണികൾ ഗൃഹങ്ങൾ വഴി പോലെ പാണിയം കൈക്കൊണ്ടു ദേവായ ഹരേ വാസുദേവായ ഹരിനാരായണായ അപ്പോൾ വിപ്രവര്യനും മാധവ സംഘേന ശുദ്ധനായി മോദിച്ചു നിന്നിതു പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രവാദങ്ങൾ പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കഴുകി ആ തീർത്ഥം ശിരസിങ്കൽ സർവഭാവാമഹനായ ജനാർദ്ദനൻ നിർവാണതൽ ധരിച്ചിടിനാൽ ഭഗവാനെ നാരായണ പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് പിന്നെയും ആരണേന്ദ്രന്റെ കരം പിടിച്ച് അൻപോട് ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി ചാരുതരമായ തന്നുടെ മെത്തമേൽ നന്നായിരുത്തി സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗവും പിന്നെ വിലവോട് പൂജിച്ചു മാധവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ
വൈദർഭി മുതലായ നാരിമാർ ആനവട്ടങ്ങൾ വീണിട്ട് അന്നേരമത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിന വിപ്രവരൻ ഇവനതിനിസ്ത്രവൻ എത്രയും മാലിന്യശാലി കറുത്തവൻ അംഗം വലിഞ്ഞു മലിനാപരൻ ഇവൻ തന്നിൽ അഖിലേശന് ബഹുവാത്സല്യം ഇന്നു വരുവതില്ലേ എന്തൊരു കാരണം നന്നു നല്ലത്രയും ഓർത്താൽ വിചിത്രമാം ഓർത്താൽ അഖില ഗുണമന്ദിരൻ വിപ്രൻ ആർത്തി വിനാശനൻ തന്നുട കാരുണ്യം പേർത്തുമിവങ്കൽ വസിക്കുന്നതു മൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരങ്ങി ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ട് മല്ലാരിതാനും കുശലം വിചാരിച്ച് നല്ലൊരു കൂറോട് പിന്നെയും ചോദിച്ചു എത്രയും ബുദ്ധിമാനുത്തമഭൂസുരസത്തമന മേ സഖാവ ഭവാനിക ഇഷ്ടാനുരൂപയായിടുന്ന പത്നിയെ ഇഷ്ടികാര്യാർത്ഥമായി വിട്ടുതോ ചൊല്ലടോ നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുമിതോ നിഷ്കൽമശനാം സഖേ തവ മാനസി ഭാര്യ സുത ധന സംസാരം എന്നതിൽ കാര്യമോ ഭവാനില്ല എന്ന് മുന്നമേ ഞാനറിഞ്ഞത്രേ ഇരിക്കുന്നു. എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നു ലോകോപകാരമായി ചെയ്യും വേണമേ. ബ്രഹ്മചര്യം കൊണ്ടോ നാം ഗുരുഭക്തരെ ബ്രഹ്മസൗഖ്യത്തോടു തുല്യം വസിച്ചതാൾ ബ്രഹ്മസൗഖ്യത്തോടു തുല്യം വസിച്ചതാൾ തമ്മിൽ കഴിഞ്ഞവർത്താന്തങ്ങളൊക്കെ നിർമ്മല നിന്നോടിരുന്നോ മറന്നിതോ സദ്ഗുരുവർദ്ധിതം വാക്കിനാൽ നാം സത്തരം കാളകമ്പക്കൂ വിറക്കിനായി അപ്പോൾ നിഷേധിക്കാരവും വർഷവും തോന്നുവന്നു വരാം തെളിയിട്ടുക വന്നു നിഷേധിനി കാറ്റും മഴയും അതിന്നു കുളിരും പുറത്ത് വലഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിവെച്ചു അഭിന്നമായ ധൈര്യവും വിട്ടുടങ്ങിയിടാതെ അപ്പോൾ വനചരജാതികൾ നമുക്കുൽപ്പന്നമായ ഭയത്തെ മനോനിലോ. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു പുണർന്നത് ഓർത്തു കാണുക. അന്ന്
ചെയ്തു. നിങ്ങൾക്ക് ഇന്ന് വന്നു സമസ്ത ഗുണങ്ങളിൽ നിന്നുള്ള നാനാ ഗുണകീർത്തി വിദ്യാസമസ്തവും നന്നായി പരിപൂർണമായി വരും എന്നതും ഇത്തരം മൂലേന സൽഗുരുനമ്മോട് ഇത്രയും ഏറ്റം ആശിസ്സു നൽകിയില്ലയോ. ഇന്ന് ഓരോ നാം അന്നു കളിച്ചതും നന്നായി മറന്നിതോ തോന്നുന്നിതോ സഖേ. സൽഗുരുതരുടെ കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും വന്നുകൂടും. ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കയാൽ ഉത്തമ ഭൂസുരയിൽ മെല്ലെ ചൊല്ലിനാമേ ഹരിനാരായണ നാദബിന്ദുക്ക സമസ്താത്മകൻ ഭവ നാനാചരാചരലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരും ഭവൻ സദീവനീ ഗൃഹേ വിദ്യ പഠിപ്പതിന് ഒന്നിച്ചു വന്ന് അത്ഭുതം എത്രയോ ഇത്തം കുചേലൻ ജഗൽഭഗിരനോട് ഉത്തരം ചെന്നതു കേട്ടു. ഓർത്തു അച്യുതൻ വിപ്രേതനോ ഇതും നിശ്ചല സദ്ഗുണമായിരേ നീ ഇഹ പോരുന്ന നേരം നമുക്ക് നൽകിയിടുവാൻ ചാരുവാൻ പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ. ആയത് നൽകുക നീ ഇപ്പോഴേ ആയത് മൂലവേറ്റം ഗുണമായി വരൂ. മൽഭക്തരായവർ നൽകുന്നതൊക്കെ അപ്പോഴേ ഞാൻ ഭരിച്ചിടുമറിയണം. നല്ല ഫലം ജനം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകയിൽ നല്ല വണ്ണം ഇഷ്ടമായി വരും. ഇങ്ങടോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിയും മോദിക്കയില്ല. ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രൻ കഥാ ഉത്തമനാകുമ്പോ മുന്നര തന്നോട് ലക്ഷ്യയെ ഒളിച്ചു വച്ചിടും പൃഥുകത്തെ തക്ഷണം നാണിച്ചു നൽകാതിരുന്നിതു. ഭഗവാനേ കൃഷ്ണ. അപ്പോൾ മുകുന്ദൻ മനസ്സേ ചിന്തിച്ചു, സൽകുമാരാമിവൻ അർത്ഥത്തിനെന്റെ ഇന്ത്യത്തെ ഭജിച്ചറിയില്ല, അർത്ഥത്തിനേത് വേണ്ടിത്തന്നെ ആശയില്ല ഇന്ത്യവന്. എങ്കിലുള്ള പണ്ഡിതനുള്ള വാക്കിനാൽ അർത്ഥത്തിന് ഇപ്പോൾ ഇവിടെ വരിക കൊണ്ടിരുന്നു. ദേവകൾക്കും ലഭിക്കാത്ത ധനങ്ങള് കേവലം ഭക്തമെന്ന് ഇതം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാ നീ കിഴിയെന്നും ചോദിച്ച് പാലണ്ടം പിടിച്ചടിക്കുമ്പോഴോ നിർമ്മലമായുള്ള
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഉടനെ ഏറ്റവും നന്നായി ഒരു മുട്ടി വാങ്ങിയിട്ട് എന്തെന്ന് വായിക്കൊള്ളുവാൻ തുടർന്നു. അപ്പോ ഇന്ത്യയാകിയ രുക്മിണി മാധവങ്ങളുടെ കൈ പിടിച്ച് അൻപോട് ലജ്ജയാം മന്ദാക്ഷമോട് പറഞ്ഞത് അതുതേ ഇന്നു മതി മതി. വിപ്രോത്തമന്യക എന്നും സുരന്മാർക്ക് പോലും അസാധ്യമായവയും ഐശ്വര്യം ഭവിച്ചവൻ ഇന്നിക ഈശ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിതവന് ഈശ നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നിതവന് ഇതുപോലും എന്നോതിനാൽ പിന്നെ വിപ്രേതനെ പൂജിച്ചു. പിന്നെ വിപ്രേതനെ പൂജിച്ചു. മാധവന്റെ തുടങ്ങത്തെ നേരത്ര ശയിപ്പിച്ചു. പാദ ശുശ്രൂഷയും ചെയ്ത് വന്നിച്ചിത് മോദേര സൽക്കഥ ചൊല്ലി രമിച്ചതു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. നാരായണായ വാസുദേവായ. വാസുദേവായ ഹരി നാരായണായ. വാസുദേവായ ഹരി നാരായണായ. വാസുദേവായ ഹരി നാരായണായ. വാസുദേവായ ഹരി നാരായണായ. അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗളവിപ്രൽ അർഘ്യാദികർമ്മം കഴിച്ച് അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞു. അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞു. കുംഭരിൽ ഉത്തമ വിപ്രൻ നടന്നിതു. പോകുന്ന മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു. പോകുന്ന മാർഗത്തിൽ ഓരോന്ന് ചിന്തിച്ചു. ഏകനാഥന്റെ വൃത്താന്തം അതിശയം. അന്തണഭക്തിയിൽ ഏറ്റവും അത്യത്ഭുതം. ചിന്താവരാക്ഷൻ സുഭഗ സമൂഹൻ ജ്ഞാനായ നേത്തം വലിയൻ തമോമയൻ ആനന്ദരൂപനെന്നെ പുറം നേടിനാ. ദേവാസുരാദി സകലരും ഐശ്വര്യം ആവോളം ആർജിച്ചത് ഓർത്തു കണ്ടീടുകി. കേവലങ്ങൾ പ്രസാദത്താൽ അതെത്രയും സേവിപ്പവർക്ക് സമ്പത്തുകൾ സേവാ ഫലപ്രദം മാധവൻ നൽകുന്നു. അർഹത്തിനായിട്ട് വന്നു ഞാൻ 1000 വർദ്ധിക്കുന്നതില്ലാതെ പോന്നു ഞാൻ. മത്രികേ ഭക്തികരണയായ വരവ് ആഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അവളോട് പറയുന്നു. ചിന്തിക്കേ സർവജ്ഞാലോജകന്മയിൽ എന്ത് നമുക്ക് ധനമെന്ന് നൽകാനും ചിത്തേ ധനവതാൽ ഇന്ന് നമുക്കുള്ള നിത്യവും ഭക്തിയുമോ എന്നു ചിന്തിച്ചോ. നിത്യസ്വരൂപരിനർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിപ്രരും ചെന്നിതു
വാരിധം. അപ്പോൾ അനേകം അണിഗ്രഹജാലവും ശില്പവും മാളിയക്കൂട്ടവും കാണായി. നല്ല രത്നങ്ങൾ, വസനങ്ങൾ, ഭൂഷണം എല്ലാം പരിപൂർണമായ കൂട്ടുമൃഗം, ഏറ്റം കടലമയമാം മതിലുകൾ, മുറ്റങ്ങൾ, നല്ലോർ ഭുവനജാലങ്ങൾ, ചിത്രത്വര പതാകകൾ സുവർണമായി, എത്രയും നല്ല വർമ്മങ്ങളോടൊത്ത് അതിനിർമ്മലമായ ജലസ്ഥലമാവിയങ്ങൾ, നിർമ്മല കൂപാടി മറ്റും ഓരോ വിധം ദേവേന്ദ്രമന്ദിരതുല്യം മണിമയം, ദേവകൾ പോലും വണങ്ങും പുരുഷനും, അപ്സര സ്ത്രീകൾ നമിക്കുന്ന നാരിമാർ, അപ്പുരശോഭകൾ കണ്ട വിപ്രോത്തവൻ, പാരം പരിഭ്രമിച്ചങ്ങ് നിൽക്കുമെങ്കിലും പാരാന പിന്നെയും കണ്ടിരു വിസ്മയം. നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ടും മുടിമുത, മക്കളും ദാസിമാതമ്മോട് ശോഭയാ വൈക്കണ്യമൂലിയാം ഭക്തി സുമംഗല മോദേന മന്ദാക്ഷം കൊണ്ട് വന്നിച്ചു. ഭൂസുരങ്ങൾ എടുത്തപ്പോൾ സവിസ്മയം ഒക്കെയോർത്തു രോഗിച്ചു വിപ്രനും ഇക്കളി മാധവമായ എന്തോ ദൃഢം. എല്ലാം ഹരിയാണങ്ങൾ ഗരി നമുക്ക് ഇല്ല ഒരു സംശയം എന്നുറപ്പിച്ചത്. ചെന്നു ഗൃഹമൊക്കെ സൗഖ്യമായി വാണിത്. നന്ദന ഭാര്യാദിയോട് വിപ്രോത്തമൽ ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ച് നന്നായി വസിച്ചാരണിലും പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ച് മുക്തിയും മധ്യകാലത്തിൽ ലഭിച്ച നരോത്തമ സർവാത്മകൻ അഖിലയ്യവർക്കുവാൻ സർവവും ഭക്തജനങ്ങൾക്ക് നൽകുകയും എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്നവല്ലാരിതെല്ലാം ഭരിക്കലെല്ലാവരും സർവാത്മകൻ ജനവിരുദ്ധ്യവും സർവജനങ്ങളും ചൊല്ലിലും കേൾക്കലും സർവധനസുഖം വേലും ഉണ്ടായി വരും. സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുകയും. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന, കൃഷ്ണ സമർപ്പണം അവരുണ്ട്. ഈ ഭക്തജനങ്ങളെല്ലാം വരും, ഭക്തജനങ്ങളെല്ലാം ഇനി വരും. സമർപ്പണം കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടിലെന്നു വരുത്തുന്നതും കണ്ടു നാലോദിനം കൊണ്ടൊരുത്തനെ കണ്ടിലെ നടത്തുന്നതും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മാണിക മുകളേറിയ മണ്ണന്റെ തോളിമാറാപ്പുകെത്തുന്നതും കണ്ടാലുണ്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാനിടക്കേടുമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ,
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. സജ്ജനങ്ങളെ, കുചേല ദക്ഷിണ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ആൽത്തറയിൽ അദ്ദേഹം വിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ദക്ഷിണ സമർപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് പ്രസാദം വാങ്ങാവുന്നത്. എല്ലാവരും ഇവിടെ പോയി ദക്ഷിണ സമർപ്പിച്ച് പ്രസാദം സ്വീകരിച്ചു. നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണം സോമപദേ അച്യുതന്റെ ഗുണം കേട്ടു കേട്ടാകോളം ഇച്ഛവറ്റൊന്നിലും കൈവരാകുന്നയം വിശ്വനാഥോദയം കേൾപ്പതിലും മഹാഭാവികൾ തെറ്റുവോ കൃഷ്ണ രാമ ഹരേ. ആഭിമുഖ്യം വരും പുണ്യഭൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളോർത്തിനം ശാപമുണ്ടായ ശേഷം പരീക്ഷത്തിനന്വേഷിപ്പോൾ കൃഷ്ണരാമ ഹരേ ഇന്ദ്രവൻ പാണ്ഡവന്മാരുടെ പൗത്രനാഭാരൻ ശങ്കരെ മാതൃഗർഭസ്ഥിതല്ലോ. സുധത്താന ശ്രീകൃഷ്ണാൽവാദിതം ഈശ്വരാനീന്ദ്രമെന്നോട്ടു വിശ്വം ഗൃഹം വിശ്വസിച്ചു വിശ്വരക്ഷാവിനോ വിഷ്ണുവൻ മിത്രനന്നാരുമോ ഇല്ലവോ കൃഷ്ണരാമ ഹരേ. ഉത്തമം വിജയേ ബന്ധു പുഷ്ടം രവീമധ്യമല്ലം മുറച്ചു ഗുണഗ്രാരികം നാമ സങ്കീർത്തനാലുക്തനാകണം കൃഷ്ണരാമ ഹരേ ൂഢമോദേവനായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാതിനാകർഷണ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിരം കൃഷ്ണരാമേ മഹായോഗിവോ ഇത്രവെള്ളം ഗുണാരാധനയോഗ്യവൻ യുദ്ധമുള്ളിൽ കുലാരത്നവാമൊന്നെടുത്തിട്ടവൻ കയ്യിലെ കൃഷ്ണരാമ ഹരേ. നിത്യവും ഗോപമർ പന്തു പന്തുപ്രണം മോദ്യമായോരു ശാപം കൊടുത്തു അക്ഷരം താജവിച്ചിടുന്നതിനെ കൃഷ്ണരാമേ ഐഹികം തന്നിലുള്ള ആഗ്രഹം നോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തിയിടുവൻ നിദ്രിയ. അപ്പോഴേ തന്നിടച്ചെന്ന് ധർമാലകം ഗുണം കൃഷ്ണരാമേ ഒന്നുകൊണ്ടും നമുക്കിന്നിവയ്യാവിടത്തിന്നുതന്നെ വരുത്തേറെ തന്ത്രം ഇന്നു ഞാൻ ഇങ്ങനാകാരഹോ കാരണം ശ്യാമശക്തിമന കൃഷ്ണരാമ ഹരേ. ബന്ധം ഭവിച്ചും വിധം ഭൂമിമം ശ്യാമം തിരുത്തുവച്ചാൽ വിലോകത്തിലുള്ളാഗ്രഹം ആർത്തവം ശോഭവൻ കൃഷ്ണരാമാധരേ ഭൂരക്ഷയാഭാരം മാനസേ വച്ചു ഗോവിന്ദ ബാലാഖ്യം. വന്ദനാരാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ദിച്ചെരുത്തേതവൻ കൊച്ചിരം പൊൻപുരി ശ്രേഷ്ഠരാം ശ്രീസുഖചക്രവർണ്ണോദരാ കൃഷ്ണരാമ ഹരേ. കൃഷ്ണരാമാദിനാമങ്ങൾ ഹോദയിലോ നിഷ്പന്നം ബ്രഹ്മജന്മം ലഭിച്ചാലും ജനിക്കുന്നതായി ജനം വിഷ്ണു നൽകിത്തരാ കൃഷ്ണരാമാദരി കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ. കൃഷ്ണരാമാദരി കൃഷ്ണരാമാദരി വൃഷ്ണിവംശോപരതിയൊഴും വംശോത്ഭവാനൈതൊഴുന്നേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
നാരായണ ഭദ്രേ നാരായണ നാരായണ ഭദ്രേ നാരായണ ഹര 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 ഹരായ നമോ ഹര 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 ഹരായ നമോ ശിവ 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 ശിവായ നമോ ശിവ 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 ശിവായ നമോ ഹരായ നമോ ശിവായ നമോ ഹരായ നമോ ശിവായ നമോ ശിവ 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 ശിവായ നമോ ശിവ 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 ശിവായ നമോ ശിവ 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 ശിവായ ശിവ 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 ശിവായ നമോ നമഃ ശിവായ കായേന വാചാ മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാഗ്വദേ സ്വഭാവ കരോമി യദ്യം സദാ പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി ജഗദ്പ്രിയായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സജ്ജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ 6ാം ദിവസമായിരിക്കുന്ന ഇന്ന് മധ്യാഹ്നത്തിന് മുമ്പുള്ള ഭാഗവത പാരായണം ആനന്ദമൂർത്തിയായ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കുചേല സദ്ഗതി എന്ന ഉപാഖ്യാനം നമ്മൾ യജ്ഞശാലയിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചു. കുചേലനെ പറ്റി നമ്മൾ പറഞ്ഞു. ഭഗവാന്റെ അന്തരംഗ സഖാവാണ് കുചേലൻ. ഭഗവാന്റെ അന്തരംഗ സഖാവായിരിക്കുന്ന കുചേലൻ അന്തരംഗ സഖാവായിരിക്കുന്ന കുചേലൻ ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ദ്വാരകയിലേക്ക് പോകുന്ന രംഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ദ്വാരകാനാഥനായ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ കുചേലനെ കാത്തിരിക്കുന്ന ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, ഞാന് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം 44 വർഷമായിട്ട് കാത്തിരിക്കുന്നു. കാരണം ഇത്രയും കാലമായിട്ട് ഭഗവാനെ കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. കാരണം തോന്നാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം ഭഗവാനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ, പത്നി ഭഗവാനൊന്നും പോയി കാണരുതോ എന്ന് ചോദിച്ചു. അത് കാരണമാണ്. അപ്പോ തന്റെ പത്നി അടുത്ത ഗൃഹങ്ങളിൽ നിന്ന് വാങ്ങി യാചിച്ച അവലിനെ കിഴിയാക്കി കൊടുത്തു. അതുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? യാത്രയാവുകയാണ്. ആ യാത്രയാകുന്നത് നമുക്ക് കാണാം. ഈ കുചേലൻ എവിടെയെങ്കിലും പോയി വഴി ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കുചേലനെ സംബന്ധിച്ച് വഴി ചോദിക്കേണ്ട ആരെയില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാരം, ജ്ഞാനികൾ പറയാറുണ്ട് സാധു സഞ്ചാരം എന്ന് പറയും. സാധു സഞ്ചാരം എന്ന് പറയാൻ കാരണം, സാധുക്കൾ സഞ്ചരിക്കുന്നത് നിലത്തേക്ക് നോക്കി, സ്വന്തം പാദങ്ങളിലേക്ക് നോക്കി അദ്ദേഹം സഞ്ചരിച്ചു. സാധാരണ മുമ്പോട്ട് നോക്കിയാൽ സഞ്ചരിക്കുന്നതെങ്കിൽ എന്തിനാ സ്വന്തം പാദങ്ങളിലേക്ക് നോക്കി സഞ്ചരിക്കുന്നത് വെച്ചാൽ, സാധുക്കൾ, മഹാത്മാക്കളുടെ സഞ്ചാരം അങ്ങനെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, കാലുകൾ മുമ്പോട്ട് വെക്കുമ്പോൾ ആ കാൽപാദത്തിന്റെ അടിയിൽപ്പെട്ട് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്ന ഒരു ജീവി പോലും ഹിംസിക്കപ്പെടുന്നു. സാധു സഞ്ചാരം എന്ന് പറയുന്നു. കുചേലന് ഒരിടത്ത് പോയി വഴി ചോദിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും കുചേലൻ വഴി ചോദിച്ചു എന്നൊക്കെയാണ്. കാരകയിലെ ഭടന്മാർ അദ്ദേഹത്തെ വിളിച്ചു എന്നൊക്കെ പറയാറുണ്ട്. വെറുതെ ഭാഗവതത്തിൽ അങ്ങനെ ഒരു ഭാവമൊന്നുമില്ല. കാരണം ഇപ്പോ ദ്വാരകാനാഥനായ ഭഗവാനെ കാണാൻ വേണ്ടി അദ്ദേഹം പോവുകയാണ്. പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവം അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം.
ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാനെ കാണുക. പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ തന്നെ കൃഷ്ണൻ അറിയുമോന്നൊന്നും ചിന്തയില്ല, അറിയണമെന്ന് തോന്നി. അതൊക്കെ വാങ്ങിക്കൊണ്ടു അതിന് ഉത്തരവാദിത്തമാണ്. ഭഗവാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ വെറുതെ പോകരുത്. ഭഗവാനെ കാണുമ്പോൾ തന്നെ അറിയണമെന്ന് യാതൊരുമില്ല. അതിന്റെ സങ്കല്പം, അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു അയം ഹി പരമോലാഭ ഉത്തമശ്ലോക ദർശനം. ഉത്തമശ്ലോകനായിരിക്കുന്ന ഭഗവാനെ കാണുക, ഇതാണ്. നടന്ന് ദ്വാരകയിൽ ചെന്നു. ദ്വാരകയിൽ ചെന്നപ്പോൾ എന്താണ്, ചുണ്ടിൽ നാമം ജപിച്ചുകൊണ്ട് പാദങ്ങളിലേക്ക് നോക്കി സഞ്ചരിച്ച് ഭക്തന്മാരെ സംബന്ധിച്ച് രണ്ടു തരത്തിൽ ഭഗവാനെ ആശ്രയിക്കുന്നവരുണ്ട്. ചിലർക്ക് ഭഗവാനെ അടുത്തെത്തണമെങ്കിൽ ഒരു സദ്ഗുരുവിന്റെ ആവശ്യം, ചിലർക്ക് അങ്ങനെയില്ല, നേരിട്ട് തന്നെ ചെല്ലാൻ. എന്നാൽ നമ്മൾ രുക്മിണി സമരത്തിൽ പറഞ്ഞു, രുക്മിണി ദേവി കൃഷ്ണനെ ആശ്രയിച്ചത് ഒരു പീഡിയേറ്റർ, ഒരു സദ്ഗുരു ആ രുക്മിണിയെ നയിക്കാനുണ്ടായിരുന്നു, ഒരു ബ്രഹ്മജ്ഞാനി. രുക്മിണിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ രുക്മിണിക്ക് ജ്ഞാനപൂർണ്ണമാകണം, സദ്ഗുരു. കച്ചവടങ്ങളെല്ലാം ചൈതന്യത്തോടുകൂടി ഇവരെല്ലാം കണ്ടിട്ട് അദ്ദേഹം ഭ്രമമുണ്ടായി, എവിടെയാണ് കൃഷ്ണൻ? ആരെങ്കിലും ചോദിച്ചാലും എന്തെങ്കിലും മോശമായിട്ട് പറയോ, ഇയാൾ ആരെങ്കിലും വന്നിട്ട് കൃഷ്ണൻ നടക്കുന്നത് ചോദിക്കുമോ എന്നുള്ള സംശയം ഉണ്ടാകാം. അദ്ദേഹം ചോദിച്ചില്ല, അദ്ദേഹം നടന്നു. കൃഷ്ണനാകട്ടെ രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ മുകൾ നിലയിൽ, അവിടെ നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് വന്ന് നോക്കും, പിന്നെയും പോയിരിക്കും, ഇടയ്ക്ക് വന്ന് നോക്കും, രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുക. രുക്മിണി ചോദിച്ചു, ഭഗവാനെ അന്ന് ആരെയാണ് നോക്കണത്? കാരണം ഭാര്യമാരെ ശ്രദ്ധിക്കണില്ല, ഒന്നും ശ്രദ്ധിക്കണില്ല, രുക്മിണിയെ പോലും ശ്രദ്ധിക്കണില്ല. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, രുക്മിണി എന്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്. ആ സുഹൃത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഞാന് 44 വർഷമായിട്ട് അയാളെ നോക്കിയിരിക്കുക. ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ അയാൾ പറഞ്ഞില്ല, ഇപ്പൊ വരണുണ്ട്, അയാളിപ്പോ വരുന്നുണ്ട്, അയാള് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ കണ്ടു, മരത്തണലിൽ കൂടി വഴിവക്കിൽ കൂടി നടന്നു വരുന്ന, ധനുഷായിൽ കൂടി നടന്നു വരുന്ന തന്റെ സുഹൃത്തിനെ കണ്ടു. മുഷിന്റെ വസ്ത്രം ധരിച്ച്, വിയർപ്പൊലിച്ച്, ഓലക്കുടയൊക്കെ ചൂടി വരുന്ന തന്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഭഗവാൻ ചാടി ഇറങ്ങി ഓടി സുധാമാവേന്ന് വിളിച്ചു. ലോകം മുഴുവൻ അദ്ദേഹത്തെ വിളിച്ചത് കുറ്റയില്ല. ലോകത്തിലെല്ലാവരും സ്വന്തം പേര് പോലും മറന്നുപോയെന്ന് പറയേണ്ടില്ല അദ്ദേഹം. ചിലരെങ്ങനെയാണോ ഒറിജിനൽ പേര് വിളിച്ച വിളിയൊക്കെ ഇരട്ട പേര് വിളിച്ച വിളിയൊക്കെ ഇതുപോലെ സ്വന്തം പേര് അക്ഷരമാർ ധരിക്കിട്ട പേര് അദ്ദേഹം മറന്നുപോയി എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഭഗവാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട സുധാമാവേ. എന്താ നോക്കൂ, നമ്മളോട് ഋഷി പറയുന്നത് നമ്മളെ ചിലപ്പോൾ ലോകർക്ക് മനസ്സിലാവണമെന്നില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും അടുത്ത ബന്ധു, ഭർത്താവ്, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവർക്കൊന്നും എന്നെ അറിയണമെന്നില്ല. അതാണ് നമ്മളെ ഒന്നും. എന്നാൽ നമ്മളെ യഥാർത്ഥ അറിയാവുന്നതൊന്നു മാത്രമാണ്. അതാരാണ്? ഈശ്വരൻ. ഈശ്വരന് മാത്രമേ നമ്മളെ അറിയൂ. നമ്മൾക്ക് പോലും നമ്മളെ അറിയില്ല. സത്യം നമുക്ക് പോലും നമ്മളെ അറിയില്ല. നമ്മളെ അറിയാവുന്നത് പരിപൂർണമായിട്ട് മാർക്ക് മാത്രമാണ് ഈശ്വരൻ. ഇപ്പൊ ലോകം മുഴുവത്തെ സുധാമാവെന്ന് വിളിച്ചപ്പോൾ സർവേശ്വരൻ അദ്ദേഹത്തെ വിളിച്ചു. ലോകം മുഴുവൻ സർവേശ്വരൻ അദ്ദേഹത്തെ വിളിച്ചു സുധാമാവേ. ഉത്തമനായവനെ, ഉത്തമമായ ധാമം ധരിച്ചവനെ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്നവനെ, ആലിംഗനം ചെയ്ത ആളെ ഒക്കെ ചിന്തിച്ചു. എത്രയും മാലിന്യശാലി കറുത്തവൻ, അംഗം വെലിഞ്ഞ് മലിനാംബരനിവൻ. ഇയാളോട് എത്ര വാത്സല്യം കൃഷ്ണന്? കാരണം എന്താ? ഇയാള് വിയർലിച്ചു വരുന്നവനാണ്, കറുത്ത നിറമുള്ള ആളാണ്, കുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളാണ്. ഇയാളോട് എത്ര വാത്സല്യം?
മനസ്സിലായി ഇയാൾ സാധാരണക്കാരനല്ല. കാരണം എന്താ? ഭഗവാന് ഭക്തന്റെ ഭാവത്തെയാണ് ഗ്രഹിക്കുക. ആളുടെ ജാതിയോ വർണ്ണമോ നിറമോ ഒന്നും വിഷയമാണ്. ഭാവഗ്രാഹി ജനാർദ്ദന, ഭക്തന്റെ ഭാവത്തെയാണ് ഭഗവാൻ ഗ്രഹിക്കുക. അപ്പോ ആനന്ദസ്വരൂപനായ സച്ചിദാനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കുചേലനെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിന്റെ പാദം കഴുകി. നമുക്കറിയാം, ഗംഗ പുണ്യനദിയായിട്ട് നമ്മൾ കാണുന്ന ഗംഗ എങ്ങനെയാണ് പുണ്യവതിയായത്? ഭഗവാന്റെ പാദസ്പർശം കൊണ്ടാണ്. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് സ്വർലോക ഗംഗ പുണ്യനദിയായി ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് സങ്കല്പം. അപ്പൊ ആ ഗംഗയെ പുണ്യവതിയാക്കിയിരിക്കുന്ന സാക്ഷാൽ സർവേശ്വരൻ ഈ തന്റെ സുഹൃത്തായ സുദാമാവിന്റെ പാദങ്ങൾ കഴുകി ആ പാദതീർത്ഥം ശിരസിൽ വെച്ചു. അദ്ദേഹത്തെ താനും രുക്മിണിയും പോയിരിക്കുന്ന മഞ്ചത്തിൽ രുക്മിണിയും പ്രസവിച്ചു. അദ്ദേഹത്തിന്റെ ദേഹത്തെ വിയർപ്പ് കണങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന് സുഗന്ധദ്രവ്യങ്ങൾ പൂശി, അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തിലകം ചാർത്തി, അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയിട്ടു, അദ്ദേഹത്തെ പൂജിച്ചു. അവിടെയാണ് കുചേലൻ എന്നുള്ള നമ്മുടെ പാരമ്പര്യ സങ്കല്പം മുഴുവൻ വികടമായി. പാരമ്പര്യമായിട്ട് കുചേലൻ ആരാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നതോ കേട്ടിരുന്നതോ ഒന്നുമല്ല കുചേലൻ എന്നുള്ളത്. അതല്ല എന്നുള്ളത് സ്പഷ്ടമാകുന്ന സന്ദർഭമാണിത്. കാരണം എന്താ? സാക്ഷാൽ ഭഗവാൻ ഒരാളെ പൂജിക്കുന്ന സന്ദർഭം. രാജസൂയ യാഗത്തിലാണ് നമ്മൾ കാണുന്ന സന്ദർഭം. അപ്പോ മറ്റുള്ളവർ ചിന്തിച്ചവർ സാധാരണക്കാരനല്ല. അവരെന്ത് ചെയ്തു? വെഞ്ചാമരം വീശാൻ തുടങ്ങി. രുക്മിണിയും സത്യഭാമയൊക്കെ എന്ത് ചെയ്തു? വെഞ്ചാമരം വീശാൻ വേണ്ടി തുടങ്ങി. ഭഗവാനെ നിർനിമേഷനായിട്ട് നോക്കി നിൽക്കുകയാണ് ആര്? തന്റെ നേരെ ഭഗവാൻ തന്നെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോൾ നോക്കിയതെന്താ? സാക്ഷാൽ കൃഷ്ണൻ തന്റെ നേരെ ഓടി വരുന്നു. എന്ന് കണ്ട കൃഷ്ണൻ 44 വർഷം മുമ്പ് കണ്ട കൃഷ്ണൻ, അതേ കൃഷ്ണൻ. രൂപത്തിൽ മാത്രം മാറ്റേണ്ട, ഭാവത്തിൽ മാറ്റില്ല. 11 വയസ്സുള്ള ശരീരവും 56 വയസ്സുള്ള ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഭഗവാനെ എന്ത് ചെയ്തു? നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്ന് മാത്രമല്ല, അശ്രുഗണങ്ങൾ, ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ആർക്ക്? ഇദ്ദേഹത്തിന് മാത്രമല്ല, ഭഗവാൻ. ജ്ഞാനികൾ പറയും, ജനിച്ചപ്പോൾ പോലും കരയാത്തവൻ ദേ കരഞ്ഞു. നമ്മളൊക്കെ ജനിച്ചത് കരഞ്ഞു. ജനിച്ചപ്പോൾ പോലും കണ്ണുനീര് വരാത്തവൻ ഒരു ഭക്തനെ കണ്ടപ്പോൾ കരഞ്ഞു. എന്തിനോ ശൗരി കണ്ണീരണിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇവർ കരഞ്ഞതെന്ന് വെച്ചാൽ അറിയില്ല. ആ കരച്ചിൽ ദുഃഖമുള്ള കരച്ചിലല്ല, അറിയോ? ആനന്ദാശ്രുണ്ടായി. 2 തരത്തിൽ കണ്ണുനീരുണ്ട്. ഒന്ന് ആനന്ദം കൊണ്ടുവരുന്ന കണ്ണുനീരും, 2 ദുഃഖം കൊണ്ടുവരുന്ന കണ്ണുനീരും. എന്താ അതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആനന്ദം കൊണ്ടുവരുന്ന കണ്ണുനീരിന് ഉപ്പുരസം കുറവായിരിക്കും, ദുഃഖം കൊണ്ടുവരുന്ന കണ്ണുനീരിന് ഉപ്പുരസം കൂടുതലായിരിക്കും. കണ്ണുനീര് വരുമ്പോഴത്തെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ആനന്ദം കൊണ്ടുള്ള കണ്ണുനീരും ദുഃഖം കൊണ്ടുള്ള കണ്ണുനീരും എന്താ വ്യത്യാസപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നോക്കൂ, ആനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീരിന്റെ ആദ്യത്തെ തുള്ളികൾ വരുന്നത് കടക്കണ്ണിൽ കൂടിയാണ്. സന്തോഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആനന്ദം കൊണ്ട് നമുക്ക് കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണുനീര് ആദ്യം വരുന്നത് കടക്കണ്ണിൽ കൂടിയായിരിക്കും. പക്ഷെ ദുഃഖം കൊണ്ടുവരുന്ന കണ്ണുനീർ നേരെ താഴോട്ടായിരിക്കും. അപ്പൊ ആനന്ദാശ്രു ഉണ്ടായി. ഇതിന് ആനന്ദാശ്രു ഉണ്ടായ തന്റെ ഭക്തൻ തന്നെ ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എത്രയോ കാലത്തിന് ശേഷം വരുന്നവന്റെ ഭാവം എന്താണെന്ന് വെച്ചാൽ, ഒന്നും വേണമെന്ന് ആഗ്രഹിക്കുക, എന്തെങ്കിലും ചോദിക്കണമെന്നും ഒരാഗ്രഹിക്കുക, അങ്ങനെയുള്ളവരാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ചോദിച്ചു, സുദാമാവേ, വളരെ സന്തോഷം. എന്താ കാരണം? ഇപ്പോഴെങ്കിലും എന്നെ ഓർക്കണം. തമാശ രൂപേണ. കാരണം ഇത്രയും കാലം ഓർത്തില്ല, ഇപ്പൊ ഓർത്തത് കൊണ്ടാണ് ആണല്ലോ ഇപ്പൊ വന്നത് എന്നൊരു ചോദ്യത്തിന്റെ ഭാഗമുണ്ട്. തമാശ രൂപേണ എന്നിട്ട് പറഞ്ഞു, ആട്ടെ, അങ്ങേ ഈ നമ്മൾ ഈ ഗുരുകുലത്തിൽ പഠിച്ച് പോയതിനു ശേഷം എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ചു? അതോ ഇപ്പോഴും ക്രോണിക് ബാച്ചുലറായിട്ടിരിക്കുകയാണ്? ഭഗവാൻ അറിയാത്തതാണോ ഇത്? അല്ല. എങ്കിലും ഒരു രസകരമായ ചോദ്യമാണ്. അങ്ങനെ വിവാഹം കഴിച്ചുവോ, ഗൃഹസ്ഥാശ്രമയായോ, അതോ ഇപ്പോഴും ബ്രഹ്മചാരിയായിരിക്കാം? ഇതിന് പറഞ്ഞു, സുദാമാവേ, അങ്ങയെ ചിലപ്പോൾ ലോകം കാണുന്നത് വേറൊരു വീക്ഷണത്തിലായിരിക്കും. കാരണം എന്താ? കുചേലൻ നടക്കുന്നത് എതിരവാസം അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ
അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം ലോകത്തിന് മാതൃകയാണ്. ആരെ പോലെ ഭഗവാൻ പറയാണ്, എന്നെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് ഗുരുദേവന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ പറ്റി കൃഷ്ണൻ പറയാണ്, ഞാൻ എങ്ങനെയാണോ കൃഷ്ണൻ എന്ന ഭാവത്തിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നത്, ഹേ സുധാമാവേ അതുപോലെ തന്നെയാണ്. ആകെ പറയുന്ന കാര്യം കുശല പ്രശ്നം അത്രയാണ്. പിന്നീട് പറയുന്നത് അറിയാമോ, 44 വർഷം മുമ്പുള്ള കാര്യം. 44 വർഷം മുമ്പുള്ള കാര്യം ചോദിക്കണം. എന്താ സുധാമാവേ, അങ്ങക്ക് ഓർമ്മയുണ്ടോ? നമ്മള് ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഗുരുനാഥൻ നമ്മള് വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയ സന്ദർഭത്തിൽ, വിറകൊക്കെ ശേഖരിച്ച് തലച്ചുമടായിട്ട് വരുന്ന സന്ദർഭത്തിൽ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്തു? ആ മഴ നനഞ്ഞ് വഴി അറിയാതെ അവിടെ മഴയും നനഞ്ഞ് കൈകൾ കൂർത്തു പിടിച്ച് രാത്രി മുഴുവൻ നിന്നത് നോക്കുന്നുണ്ട്. അതിരാവിലെ നമ്മുടെ ഗുരുനാഥനായ സാന്ദീപനി മഹർഷി നമ്മളെ അന്വേഷിച്ചു വന്നതും നമ്മളെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ചത്? നിങ്ങൾ പഠിച്ചതൊക്കെ അയാതയാമങ്ങളാകട്ടെ, എന്നുവെച്ചാൽ മറക്കാതിരിക്കട്ടെ, പഠിച്ചതൊന്നും മറക്കാതിരിക്കട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിച്ചത് ഓർക്കുന്നുണ്ട്. സുധാമാവേ, ഇതൊക്കെ കൃഷ്ണൻ ഇങ്ങനെ കുശല പ്രശ്നം ചോദിക്കുമ്പോഴും സുധാമാവ് എന്ത് ചെയ്യാണ്? ഭഗവാനെ നോക്കി നിർനിമേഷനായിരിക്കുക. ഭഗവാൻ ചോദിച്ചു, അങ്ങ് എന്താ ഒന്നും പറയാത്തത്? പറയൂ, എന്താ പറയ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. സുധാമാവ് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ജഗദ്ഗുരു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുരുവാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുന്ന് ഒരു ഗുരുകുലത്തിൽ പഠിക്കാൻ പോകേണ്ട ആവശ്യമുണ്ട്? ജഗത്തിന്റെ ഗുരുവിന് എന്തിനാ പഠിക്കാൻ പോകേണ്ട ആവശ്യം? ഗുരുവിതയിൽ പറഞ്ഞില്ല, ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി തത്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം യവനം വചനം സർവതീ സാക്ഷിഭൂതം. അങ്ങനെ ജഗദ്ഗുരുവായിരിക്കുന്ന അവിടുന്ന്, എല്ലാവരുടെയും ഉള്ളിൽ ഗുരുവായിരിക്കുന്ന അവിടുന്ന്, സകലത്തിന്റെയും ഗുരുവായിരിക്കുന്ന അവിടുന്ന്, ഭഗവാനെ ഒരു സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് എന്തിനാ കാണിച്ചതെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഒരു ലീലയാണ്. അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി. എന്താ ഭാഗ്യം? ഈ നീചനായ എനിക്ക് അവിടുത്തെ ദർശിക്കാൻ സാധിക്കും. ഇത്രയുമാണ് അദ്ദേഹം പറയണം. ഭഗവാൻ ചോദിച്ചു, ആട്ടെ സുധാമാവേ, ഏറെ കാലത്തിന് ശേഷം എന്നെ കാണാൻ വന്നതല്ലേ? ഏറെ കാലത്തിന് ശേഷം എന്നെ കാണാൻ വന്നതല്ലേ? വെറും കൈയോടുകൂടി വരില്ല എന്ന് എനിക്കറിയാം. എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ എന്തെന്നറിയാമോ? ഇദ്ദേഹം കൊണ്ടുവന്നതിന് കൊടുക്കില്ല. കൊടുക്കാൻ എന്തുകൊണ്ടാ? ഭഗവാന് എന്ത് സമർപ്പിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഒരു ഭാവമാണ് ലജ്ജ. എന്താ ലജ്ജ? ഭഗവാന് സമർപ്പിക്കുന്നത് പോരാ എന്ന ഭാവമാണ്. കാരണം നമ്മൾ നേടിയെടുക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം, നമ്മൾ പറയും നമ്മുടെ ബുദ്ധി കൊണ്ട് ഞാൻ നേടി, എന്റെ ശരീരം കൊണ്ട് നേടി, എന്റെ കഴിവ് കൊണ്ട് നേടി എന്നൊക്കെ പറയുമ്പോൾ അത് നേടാനുള്ള കാരണം എന്താ? ഉള്ളിൽ ചൈതന്യം ഇരിക്കുന്നു. ഡെഡ് ബോഡിക്ക് കഴിവൊന്നുമില്ല, ഡെഡ് ബോഡിക്ക് ബുദ്ധിയില്ല, ഡെഡ് ബോഡിക്ക് മനസ്സില്ല. ഈ ചൈതന്യം എന്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാം ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യത്തിന്റെ ബലത്തിലാണ് എന്റെ ബുദ്ധിയെന്നും എന്റെ കഴിവെന്നും ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നേടിയെടുക്കുന്ന സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈശ്വര സമർപ്പണം. പക്ഷേ ശ്രദ്ധയോട് അതുകൊണ്ടാണ് നമ്മുടെ സമ്പാദ്യത്തിന്റെ 10-1 ഭാഗം ഈശ്വരാർപ്പണം ചെയ്യണം. കാരണം അത് കൃത്യമാണെങ്കിൽ യാതൊരു സംശയമില്ല, അത് സമൃദ്ധമായിരിക്കും. 1000 രൂപ വരുമാനമുള്ളവരാണ് 100 രൂപ ഭഗവാൻ സമർപ്പിക്കുന്നത്. കൃത്യമാണ്. 10-1 ഭാഗം ഈശ്വര കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ യാതൊരു സംശയമില്ല, അത് സമൃദ്ധം, അതിന്റെ എത്രയോ ഇരട്ടി സമൃദ്ധമായിട്ട് നമുക്ക് വരണം. ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ലജ്ജയുണ്ടാകണം. കാരണം ഇത് പോരാ എന്ന ഭാവം. അല്ലാതെ ഭഗവാന് കൊടുക്കാൻ പറ്റും, കൊടുത്തതിനൊന്നും ഭഗവാൻ സ്വീകരിച്ചു. അപ്പൊ ലജ്ജയുണ്ട് എന്ന് ഭഗവാൻ അറിയാമോ? മാത്രമല്ല കുചേലന്റെ വിഷയം ഇതെന്താണെന്ന് പോലും അറിയില്ല. അതൊരു പ്രശ്നമുണ്ട്. എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ കൃഷ്ണൻ തുറന്നു നോക്കുമ്പോഴാണ് കുചേലൻ അറിയുന്നത് അവരാണോ കാര്യം. ഇത് പഴമാണോ, പാൽപ്പായസാണോ, മലരാണോ എന്ന് ആർക്കറിയില്ല, കുചേലൻ അറിയില്ല. ഭഗവാൻ എന്ത് ചെയ്തു?
ഭഗവാനെ വേണം, ഭഗവാനത് വാങ്ങാതിരിക്കാം. പക്ഷെ കുചേലൻ ഭഗവാനൊന്നും സമർപ്പിച്ചതിലും കുഴപ്പമില്ല, കാരണം തന്നെ തന്നെ സമർപ്പിച്ചാണ് കുചേലൻ. പക്ഷെ ഭഗവാൻ ഇത് വേണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഭഗവത് ഭക്തയായ കുചേലഭക്തി ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടി അടുത്ത വീടുകളിൽ പോയി യാചിച്ചു കൊടുത്തയച്ച സാധനം. ഭഗവാൻ പറഞ്ഞു, സുധാമാവേ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തി. ഗീതാ ശ്ലോകമാണ്, ഭാഗവത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിഭഗതം അശ്നാമി പ്രയതാത്മന. ഇലയാകട്ടെ, ഫലമാകട്ടെ, ജലമാകട്ടെ, പുഷ്പമാകട്ടെ, നിർമ്മലമായ ഭക്തിയോടുകൂടി നൽകുന്നതിൽ ഞാൻ സ്വീകരിക്കുന്നു. ഒരു വലിയൊരു സന്ദേശം ഭഗവാൻ. എന്നുവെച്ചാൽ ഭക്തി ഇല്ലാത്തതിനെ എന്ത് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാൻ വേണ്ടി, ഗുരുവിനു വേണ്ടി, ആഡംബരത്തിനു വേണ്ടി ഇത്യാദി സമർപ്പണങ്ങളെ ഒന്നും ഞാൻ ഇങ്ങോട്ട് എടുക്കില്ല. കൃത്യമായ വിഷയം അങ്ങനൊന്നും എടുത്തിട്ടില്ല. പുരാണങ്ങളിൽ കുബേരന്റെ കഥ പറയാറുണ്ട്. സമ്പത്തിന്റെ അധിപതിയായി മാറിക്കഴിഞ്ഞപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പരമശിവനെ സദ്യക്ക് വിളിച്ച കുബേരൻ അവസാനം ഗണപതിയുടെ മുമ്പേ ഓടി എന്ത് ചെയ്തു? അവസാനം ഓടി യാതൊരു തന്റെ മുഴുവനെയും ആഹരിച്ച ഗണപതി ഓടിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ മറ്റുള്ളവന്റെ മുമ്പിൽ പ്രകടമാക്കാൻ വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി സമർപ്പിക്കുന്നത് സമർപ്പണമല്ല. ഭഗവാനൊന്നും കൊടുക്കാനും പറ്റില്ല. അങ്ങനെ കൊടുക്കും. നമ്മൾ കൊണ്ടു ഇടുന്ന കാണിക്ക് ഭഗവാന് കൊടുക്കലല്ല, ഭഗവാന് കൊടുക്കാൻ നമ്മളെക്കാട്ടിൽ താഴ്ന്ന ആൾക്കല്ലേ കൊടുക്കാൻ പറ്റും. നമ്മുടെ എത്ര സാഹചര്യത്തിൽ ആൾക്കാർക്കല്ലേ കൊടുക്കാൻ പറ്റും. അയാൾക്ക് വേണ്ടതായോണ്ടല്ലേ വാങ്ങിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന് ആവശ്യമുണ്ടോ? സർവ പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥന് എങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഭക്തിയില്ലാത്തതിനെ ഞാൻ സ്വീകരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ശ്രീകോവിലും അനുബന്ധ ഭാഗങ്ങളും സ്വർണ്ണപൂശിയവരാണ്. അതിലെന്ത് ചെയ്തു? ശ്രീകോവിലിനെക്കാട്ടിൽ ഒരു ബോർഡ് ഇപ്പുറത്തേക്ക് വെച്ചു, ഈ സ്വർണ്ണപൂശിയതിനെ. അയാളുടെ ഇന്നത്തെ സ്ഥിതി അറിയാമോ? അയാളുടെ സമ്പത്ത് മുഴുവൻ സർക്കാർ കണ്ടുപിടിക്കും. അയാൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭക്തി പുരസ്സരമല്ല സമർപ്പണം നടത്തിയത്. ഭക്തിയാ പ്രയശ്ശതി തദഹം ഭക്തിഭഗതം അശ്നാമി പ്രയതാ. അവരോടാണോ താൻ വന്നിരിക്കുന്നത്? പണ്ടേ നമ്മൾ ഹോമദ്രവ്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന സമയത്തെ ഗുരുപത്നി അവൽക്കിരി കെട്ടിത്തരും നമുക്ക്. അങ്ങയുടെ അവൽക്കിരിയും കൂടെ ഞാൻ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ട്. ആ ഓർമ്മ കൊണ്ടാണോ അവൽക്കിരി ഓർമ്മ? അത് തുറന്നിട്ട് എന്ത് ചെയ്തു? ഒരു പിടി അവൽ. അല്ല, നമ്മൾ പറഞ്ഞു കല്ലുണ്ട്, നെല്ലുണ്ടൊക്കെ. ഒരു പിടി അവൽ വാരി ആഹരിച്ചു. അത് ചവച്ചരച്ചിറക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, ആഹാ നല്ല രുചിയുണ്ട്. എന്തിന്റെ രുചിയാണ്? കുചേലപത്നി അറിയാതെ അവരുടെ കണ്ണുനീർ വീണ രുചിയാണ്. കുചേലന്റെ ഭക്തിയുടെ രുചിയാണ്. കുചേലപത്നിയുടെ സമർപ്പണത്തിന്റെ രുചിയാണ്. ഇങ്ങനെ രുചികരമായി സ്വീകരിച്ച് കുറെ ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഒന്ന് കുചേലൻ കൊണ്ടുകൊടുത്ത അവൽ. രണ്ടാമതായിട്ട് പാഞ്ചാലി വനവാസകാലത്ത് നമുക്കറിയാം അക്ഷയപാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു? വേസ്റ്റ് എടുത്ത് കഴിച്ചത് ഭഗവാൻ. നമ്മുടെ പാത്രം മുറി വെച്ചിട്ട് എന്താ? വേസ്റ്റ് അല്ലേ? പിന്നെ അവിടെ തീരദേശകരം എടുത്ത് ആഹരിച്ചു. രാമാവതാര കാലത്ത് എന്ത് ചെയ്തു? ശബരിയമ്മ കടിച്ച പഴം ഭക്ഷിച്ചു. ഒരു ചരിത്രം പറയാറുണ്ട്, കഥയാണ്. രാമായണ സമയത്ത് ഭഗവാൻ വനവാസം ചെല്ലുമ്പോ ശബരിയമ്മയുടെ ഋഷിമാര് പറഞ്ഞു രാമൻ ഒരിക്കൽ വരുമെന്ന് പറഞ്ഞു. രാമൻ വന്നപ്പോ ശബരിയമ്മ എന്ത് ചെയ്തു? കാട്ടിൽ താഴെ വീണ് കിടക്കുന്ന ഫലങ്ങളെല്ലാം ഒരു കൂടയിലാക്കി കൊണ്ടുവച്ചിരിക്കുക രാമന് കൊടുക്കാൻ. രാമൻ മുന്നിൽ വന്നിരുന്നു. രാമന്റെ സൗന്ദര്യം അപാരാണ്. രാമന്റെ സൗന്ദര്യം കണ്ട ദണ്ഡകാരണ്യ വനത്തിലെ സന്യാസിമാരെല്ലാം രാമനെ കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാ. ആ സന്യാസിമാരാണ് പിന്നീട് ഗോപികന്മാരായിട്ട് വരുന്നത് കൃഷ്ണാവതാര. അപ്പൊ രാമൻ വന്നിരുന്നപ്പോൾ ഈ ശബരിമോ ഓരോ പഴമെടുത്ത് കഴിക്കും. ഇത് കൊള്ളാട്ടോ, അത് കഴിച്ചു. രാമൻ കഴിച്ചു. ഇങ്ങനെ ചില ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളൂ. കുചേലന്റെ അവൻ
ഒരു പിടി അവൽ ആഹരിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ പിടി അവൽ ഭാര്യയപ്പോൾ എത്തിയേക്കു രുക്മിണി കൈകഴിച്ചു. എന്നിട്ട് പറയാം, രുക്മിണി ദേവിക്ക് കുചേലന്റെ വീട്ടിൽ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ദാസിയായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടാണ് കയറിപ്പിച്ചത്. നല്ലൊരു കുട്ടിയാണ്. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. എന്റെ ഭക്തന്മാർ എവിടെയാണോ വസിക്കുന്നത് അവിടെയാണ് എന്റെ വാസം. അപ്പൊ ഭഗവാൻ ഭക്തന്മാരുടെ വസിക്കുന്നെങ്കിൽ ഭഗവാന്റെ കൂടെയാണ് വസിക്കുക ലക്ഷ്മി. ഇന്നലെ നമ്മൾ രുക്മിണീശ്വരൻ അഷ്ടോത്തരശതത്തിലെ ഒരു നാമമാണ് വിഷ്ണു വക്ഷസ്ഥല സ്ഥിതായേ നമഃ. എന്ന് വെച്ചാൽ ലക്ഷ്മി എവിടെ കുടികൊള്ളുന്നു? വിഷ്ണുവിന്റെ വക്ഷസിൽ. അപ്പൊ എന്തിനാണ് രുക്മിണി ദേവി കൈ കയറി പിടിച്ചത്? അവിടെയാണ് നമ്മുടെ ഋഷി സന്ദേശം എന്താണെന്നറിയാമോ? ധർമ്മം അർത്ഥം കാമം മോക്ഷം. ധർമ്മം അർത്ഥം മോക്ഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ പുരുഷാർത്ഥങ്ങളാണ്. ഈ പുരുഷാർത്ഥങ്ങളിൽ കുചേലന്റെ പ്രത്യേകത, അദ്ദേഹം ധർമ്മനിഷ്ഠനാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹം മോക്ഷത്തിന് അർഹനാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം ആഗ്രഹമില്ലാത്തവനാണ്. പിന്നെയോ ഇല്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ, അർത്ഥമില്ലാത്തവൻ. നാലുപിടി അവൽ ധർമ്മമർത്ഥം കാമം മോക്ഷം. ധർമ്മനിഷ്ഠനാണ്, മോക്ഷത്തിനർഹനാണ്, ആഗ്രഹം കാമമില്ലാത്തവനാണ്, ഇല്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ. എന്താ? ധനം. ഒരു പിടി അവൽ ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ ഇല്ലാത്തതിനെ ആർക്ക് കൊടുത്തു? കുചേലന്. രണ്ടാമത്തെ പിടി അവൽ കഴിച്ച പ്രശ്നം സൈലന്റ് മെസ്സേജാണ് ഇത് പുള്ളി കൊടുത്തത്. അറിയാമോ? ഭഗവാനെ ഇത് കഴിച്ചാലുണ്ടല്ലോ ഇവൻ പോവില്ല, പിന്നെ അവിടത്തേക്ക് ലയിച്ചു പോകും. മോക്ഷം കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം? കഷ്ടം വഴി കടുമായി. ഭഗവാനെ അവിടത്തേക്ക് പോയി കാണണമെന്ന് പറഞ്ഞ, അവിടത്തേക്ക് സമർപ്പിക്കാൻ വേണ്ടി അവരെ യാചിച്ചുകൊണ്ട് നൽകിയ അദ്ദേഹത്തിന്റെ പത്നി ആരെ നോക്കിയിരിക്കുന്നു? മാത്രല്ല അവർക്ക് ഐശ്വര്യമുണ്ടായി, മാറ്റമുണ്ടായി. പക്ഷെ ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. ഭഗവാൻ എന്തെങ്കിലും തിരിച്ചിട്ട് കൊടുത്തു. അത്താഴം നൻകുടു കൃഷ്ണനോട് ചിത്താനുകൂലം സുഖമായി വസിച്ച, പിന്നെ പുലർച്ചയ്ക്കഥയാത്ര ചൊല്ലി ഉടനെ രാവിലെ ഭഗവാനുടെ യാത്ര പറഞ്ഞ് പോകണം. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു, മുരാരിയോട് അർത്ഥമിരുന്നതാകിൽ തരാതിരിക്കില്ല. അത്രമാത്രം പറഞ്ഞു മോദിച്ചു വസിച്ചു പോയേൻ, മറന്നു പോയേൻ ഗൃഹിണിയോ. പക്ഷെ എന്താ മോദിച്ചു നടക്കുമ്പോഴപ്പോൾ അത്യുന്നതതരം ഗോപുരം ഒന്ന് കണ്ടാൻ ഉത്തുംഗസൗധം മണിപത്മരാഗം ഭവനങ്ങൾ കണ്ട വലിയൊരു കെട്ടിടം, ചുറ്റുമതിൽ. ഇങ്ങനെയൊക്കെ കണ്ടപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്താ? മാർഗശ്രമം കൊണ്ടിഹ വന്നു ഞാൻ സ്വർഗത്തിനൊക്കും ഗൃഹമാരുടെ എന്നല്ലഹോ നല്ലൊരു സുന്ദരാംഗി നന്നായി അലംകൃത്യ വരുന്നു ദൂരെ. ഞാൻ വഴിതെറ്റി വന്നതാണ്. ഞാൻ വഴിതെറ്റി ദ്വാരകയുടെ ചിന്തിച്ച് രണ്ടമില്ലാതെ നടക്കുകയാണോ? ഞാൻ ദ്വാരകയുടെ കിഴക്കേ ഗോപുരത്തിൽ കൂടെ ഇറങ്ങി തിരിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരത്തിൽ വന്ന് നിൽക്കുകയാണോ? അതൊന്നും ചിന്തയല്ലേ പല ചിന്തകളല്ലേ. അപ്പോഴാണ് നോക്കിയപ്പോഴെന്താ? എന്നല്ലഹോ സുന്ദരാംഗി നന്നാൽ അലംകൃത്യ വരുന്നു ഒരു സുന്ദരിയായ സ്ത്രീ സർവാഭരണ ഭൂഷിതരെ വരും. നോക്കിയപ്പെടുന്ന ആനന്ദ കൃഷ്ണ മമ ഭാര്യതാനോ, എന്റെ ഭാര്യയാണ്. തന്റെ ഭാര്യയും ഈ ഭാവങ്ങളും കണ്ടപ്പോൾ എന്താ അദ്ദേഹം ചെയ്തത്?
ഹരേ ഗോവിന്ദ മുകുന്ദ വിഷ്ണു എന്ന് പറഞ്ഞ് ദണ്ഡ നമസ്കാരം ചെയ്യുന്നതിലത്. ഇപ്പൊ കുചേലൻ അദ്ദേഹത്തിന്റെ സമൃദ്ധമായ ചരിത്രത്തെയാണ് ഭാഗവതം പറയുന്നത്. ഭാഗവതത്തിന്റെ ആ ചരിത്രത്തിന്റെ അവസാനം ഭാഗവതത്തിൽ പറയുന്നു, ശൂരമിഷ് പറയുന്നത് അറിയാമോ? ഈ കുചേലഗതി കേട്ടാൽ എന്താ ഗുണമെന്നറിയാമോ? കർമ്മബന്ധാത് വിമുച്യതേ, ഒട്ടലുണ്ടാകത്തില്ല. മഹാജ്ഞാനമാണ് അസ്താജ്ഞാനയജ്ഞത്തിന്റെ 6ാം ദിവസമായി ഇന്ന് മധ്യാഹ്നത്തിന് ശേഷം പാരായണം ആരംഭിച്ച് വൈകുന്നേരം സമർപ്പിച്ചു കഴിഞ്ഞാൽ 6 മണിക്ക് ലളിതാസഹസ്രനാമ ജപം, ക്ഷേത്രത്തിലെ ദീപാരാധന, ജപം, പ്രഭാഷണം, ഭജന, ദീപാരാധന എന്നിവ നടക്കും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന യജ്ഞശാലയിലെ ഭജനയോടുകൂടി ദീപാരാധന ഈ സപ്താഹജ്ഞാനയജ്ഞത്തിലെ സന്ധ്യാസമയത്തെ അവസാനത്തെ ഭജനയോടുകൂടി ദീപാരാധനയായിരിക്കും എന്നുള്ളതുകൊണ്ട് എല്ലാവരും പങ്കാളികളാകണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ യജ്ഞത്തിന്റെ 6ാം ദിവസമായ ഇന്നത്തെ അന്നദാനം ഒരുപാടായി സമർപ്പിച്ചത് അജിത് കുമാർ ദിവാതിര, വിജയകുമാർ ചൂരക്കാട്ടിൽ, ഗിരീഷ് ചെക്കാല, രാമചന്ദ്രൻ പിള്ള കിഴക്കേക്കര, ഉണ്ണികൃഷ്ണപിള്ള കൃഷ്ണശ്രീ, ശിവകുമാർ ശ്രീഭവനം, രാജേഷ് ഭവനം, ശ്യാംനാഥ് പെൺമലം എന്നിവരാണ്. പൂജ വഴിപാടായി സമർപ്പിച്ചത് കേദാർ ആദിയോഗി എന്നിവരാണ്. എല്ലാവരും നിരയിരുന്ന് നമുക്ക് അന്നപൂർണേശ്വരിയായ ഭഗവതിയെ സ്മരിക്കാം. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നേരത്തോട്ട് നമസ്കരിച്ച് പ്രസാദം കൊണ്ട് പങ്കാളികളാണ്. അർച്ചനകൾ വാങ്ങാനുള്ളവർ, അവൽക്കിരികൾ സമർപ്പിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ വന്ന് എന്റെ പ്രസാദം സ്വീകരിക്കണം. നവഗ്രഹ പൂജയ്ക്ക് രസീത് എടുത്തിട്ടുള്ളവരും രസീതുമായിട്ട് വന്ന് നിന്റെ പ്രസാദം സ്വീകരിച്ചോളണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. നിറവറകൾ സമർപ്പിക്കാനുള്ളവർ ഭക്ഷണം കഴിച്ചിട്ട് വന്ന് നിറവറ സമർപ്പിച്ചാൽ മതിയാകും എന്നുകൂടി ഓർമ്മിക്കുക.